ഹായ്. അപ്പോൾ ഇന്ന് വാഴക്കൂമ്പ് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, വാഴക്കൂമ്പ് ചെറുതായി കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു സവോള, നമുക്ക് എത്രയാണ് ആവശ്യം രണ്ടോ സവോള എടുക്കാം. അത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. അതിലോട്ട് നമ്മൾ ഈ വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പകുതി ആയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഓർമ്മ വന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒന്നിലേക്ക് കാണിക്കാതിരുന്നത്. ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നന്നായി അങ്ങ് കുഴച്ചെടുത്താൽ മതി, ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ. അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സായി വരട്ടെ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതൊന്ന് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്ന് കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കതിലോട്ട് ആ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വേവിച്ചതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്തതാണത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് മുട്ട എടുക്കാം കേട്ടോ. ഇതിന് നമ്മൾ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് മുട്ട എടുത്തില്ല. അതിന് പകരം മൈദമാവാണ് കലക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രെഡ് ക്രംസും എന്താ പറയുക, റസ്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അങ്ങനെ എടുക്കാം. അങ്ങനെ ഷേപ്പിലാക്കി എടുത്ത് മൈദയിലൊന്ന് മുക്കി അങ്ങനെ ആ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നോരോനെ നമുക്കങ്ങനെ റെഡിയാക്കി എണ്ണയിലിടാം. എല്ലാം ഇതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ. എണ്ണയിൽ തിരിച്ച് മറിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർക്ക് ബൈ.